വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇക്വേഷൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. അപ്പോൾ ഇതിൽ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ആ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലം ഇതിൽ ഇൻവോൾവ് ചെയ്ത് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കലും ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നമുക്ക് സെക്കൻഡ് ഇയറൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാനുള്ളതാണ്. ആദ്യം നമുക്കിതിന് മെയിൻ ഒരു കോൺസെപ്റ്റൽ പാർട്ടുകളൊന്ന് പറയാം, എന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ട്രിഗണോമെട്രിയുടെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറയുന്നത് ആംഗിളിനെ കുറിച്ചിട്ടാണ്. ആംഗിൾ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത് ഇത്രയേ ഉള്ളൂ: ഡിഗ്രി തന്നിരിക്കുന്ന ഒരു ആംഗിളിനെ എങ്ങനെ നമുക്ക് റേഡിയൻ ആംഗിളിലേക്ക് മാറ്റാൻ പറ്റും? അപ്പോൾ എക്സ് ഡിഗ്രി, എക്സ് എന്ന് പറഞ്ഞാൽ നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് റേഡിയനിലേക്ക് മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സിനെ π/180 എന്ന് പറയുന്ന നമ്പറോട് നിങ്ങളങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ എക്സ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എന്തായിരിക്കും നമുക്ക് കിട്ടുക? റേഡിയനായിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് എക്സ് ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാനുള്ള ഫോർമുല. ഷോർട്ട് കട്ടാണ്, ശ്രദ്ധിച്ചോളാം, ആയിട്ട് മനസ്സിലാക്കുക. എക്സ് ഡിഗ്രി തന്നു കഴിഞ്ഞാൽ ഈ എക്സിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? റേഡിയൻ ആയിരിക്കും. റേഡിയൻ പൊതുവേ നമ്മൾ എന്താ ചെയ്യാറില്ല? എഴുതാറില്ല. ഓക്കെ, റേഡിയൻ എഴുതാറില്ല, ആ നമ്പർ മാത്രമേ എഴുതാറുള്ളൂ. ഇനി അടുത്തത് ഇതിൽ നമുക്കുള്ളത് ഒരു റേഡിയൻ മെഷർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എന്താക്കാം? ഡിഗ്രിയിലേക്ക് മാറ്റാം. അപ്പോൾ എക്സ് വെറും എക്സ് എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് എക്സ് റേഡിയൻ എന്നാണ് കേട്ടോ. എക്സ് റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒന്ന് വേർഡ്സിലേക്ക് എഴുതാം. എക്സ് റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിപാടി, ഇതിനെ നമുക്ക് 180 ഡിഗ്രി ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇനി എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എത്രയാണ് കിട്ടുന്നത്? അതെന്തായിരിക്കും? നമുക്ക് ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി ബൈ പൈ. അപ്പോൾ ഈ നമ്പർ എത്രയാണോ ഉള്ളത്, അപ്പോൾ നമുക്കത് കുറച്ചുകൂടി രസകരമായിട്ട് എഴുതാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്, ഈ രീതിയിൽ എഴുതാം. 180 ബൈ പൈ ഇൻറ്റു എക്സ്. എല്ലാത്തിനും തലയിൽ എന്ത് കൊടുത്താൽ മതി? ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ, തലയിൽ 0 ഇട്ടാൽ അത് മനസ്സിലാക്കേണ്ടത് ഡിഗ്രി എന്നും, വെറുതെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് റേഡിയൻ ആണെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക്, ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ട്? ഒരു സെറ്റ് ഓഫ് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വരും. രണ്ട്, ആംഗിളിൻ്റെ ഡെഫിനിഷൻ, റേഡിയൻ ആംഗിളിൻ്റെ ഡെഫിനിഷൻ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. തീറ്റ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത്തിനെ ഡിവൈഡഡ് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത്ത് ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം വരാറുണ്ട്. ഡിവൈഡഡ് ബൈ റേഡിയസ്, ആർക്ക് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇതാണ് തീറ്റ റേഡിയൻ മെഷറാണ്, പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ജോമെട്രിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് എൻ്റെ ഐഡിയ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഇനീഷ്യൽ ഒരു എക്സ് ആക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വൈ ആക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് ഒരു റേഡിയസിൽ ഒരു സർക്കിൾ, ഒരു പെർട്ടിക്കുലർ റേഡിയസിൽ നമുക്ക് സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ റേഡിയസിലുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ആർക്ക് ലെങ്ത്. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ റേ, അതാണ് ജോമെട്രിക്കലി നമ്മൾ പറയുന്ന ഒരു ഐഡിയ, ആംഗിളിൻ്റെ കൺസെപ്റ്റിൽ വരുന്നതാണത്. ഫസ്റ്റ് വൺ ഇനീഷ്യൽ റേ ആണ്, സെക്കൻഡ് വൺ ടെർമിനൽ റേ ആണെങ്കിൽ, അപ്പോൾ ഈ പറയുന്ന ലെങ്ത് ആണ് ആർക്ക് ലെങ്ത് എങ്കിൽ, ദിസ് ലെങ്ത് ഈസ് ആർക്ക് ലെങ്ത് എൽ ആണെങ്കിൽ, ഇത് നമ്മൾ റേഡിയസ് ആർ ആണെങ്കിൽ, ഇതാണ് തീറ്റയെങ്കിൽ, ആ തീറ്റയെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫോർമുല. അപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് അതിലേക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ ഫോർമുലേനെ മാത്രം ഒന്ന് ചെയ്തു വെക്കുക. ഈ ആർക്ക് ലെങ്ത്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് കിട്ടുന്നത് സെൻട്രൽ ആംഗിൾ, ആ സെൻട്രൽ ആംഗിളാണ് എന്ത്? റേഡിയൻ, തീറ്റ റേഡിയൻ എന്ന് പറയും. അപ്പോൾ പല പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ഡിഗ്രീനെ റേഡിയൻ ആക്കേണ്ടി വരും, അതേപോലെ റേഡിയൻ നമുക്ക് എന്താക്കേണ്ടി വരും? ഡിഗ്രി ആക്കേണ്ടി വരും. അപ്പോൾ ഇത് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചു വെക്കാനുള്ള ഏറ്റവും രസകരമായിട്ടുള്ള രണ്ട് ഫോർമുലയാണ്. ഒന്ന് ഡിഗ്രിയെ തന്ന് റേഡിയൻ ആക്കാൻ, ഡിഗ്രി തന്നു കഴിഞ്ഞാൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേഡിയൻ തന്നു കഴിഞ്ഞാൽ 180 ബൈ പൈ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ തലയിൽ എന്തിട്ട് കൊടുത്താൽ മതി? ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അതിൽ സിമ്പിളായിട്ട് നമുക്കൊരു ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഡിഗ്രി തന്നു, 30, ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി തന്നെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന് റേഡിയൻ ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് 30 ഇൻറ്റു എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? π/180 കൊണ്ട് ജസ്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. π/180. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അതെന്തായാലും ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇനി സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. 30 എത്ര കിട്ടുക? കറക്റ്റ് നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു π/6 റേഡിയൻ കിട്ടും. ഇപ്പോൾ ഡിഗ്രീനെ, അപ്പോൾ മാക്സിമം വേറെ ഒന്നും ചെയ്യേണ്ട, പറ്റുന്ന സിംപ്ലിഫിക്കേഷൻ മാത്രം ചെയ്താൽ മതി. ആ ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്കൊരു റേഡിയൻ മെഷർ തന്നു കേൾക്കുക. 2π/3 നമുക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ 2π/3 എന്തുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്രയും എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഇത്രയും ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ പൈൻ്റെ ടേംസൊക്കെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞാൽ, സോ ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ പൈ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഇനി നമ്പേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ? 3 കിടക്കുന്നുണ്ട്. 3യും 180 എത്ര ടൈംസ് ആണ്? 60 ടൈംസ് അല്ലേ? 60 ടൈംസ് ആണ്. അപ്പോൾ 2 ഇൻറ്റു നമുക്ക് കിട്ടുക 2 ഇൻറ്റു 2 ആണ്. അപ്പോൾ എത്ര കിട്ടുക? 120 ഡിഗ്രി എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇതേ ചോദ്യം തന്നെ ഇപ്പോൾ പൈ ടേംസിൽ വന്നു കഴിഞ്ഞാൽ ഇതേ ചോദ്യം തന്നെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. 2π/3 ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട പരിപാടി 2/3 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് മുഴുവൻ ചെയ്തിട്ട് ഡിഗ്രി ടേംസിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ ആക്ച്വലി ഇത് കട്ട് ചെയ്ത് എത്ര കിട്ടുക? 60 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു അതിന് കഴിഞ്ഞ് എല്ലാം കൂടി ഡിഗ്രി ടേംസിലേക്ക് എഴുതി വെക്കുക 120 ഡിഗ്രി. കിട്ടിയല്ലോ? അപ്പോൾ പൈ ടേംസിലേക്ക് വന്നു കഴിഞ്ഞാൽ റേഡിയനാണ്. റേഡിയനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? ഡിഗ്രിയിലേക്ക് മാറ്റാം. ഡിഗ്രിയിൽ എന്തിലേക്ക് മാറ്റാം? റേഡിയനിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഇനിയും മുമ്പിലേക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് ഉറപ്പിച്ച് വെക്കുക. ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക, റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആർക്ക് ലെങ്ത്തിന് റേഡിയസും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു നമ്പറാണ്. ആ നമ്പർ എന്ത് റേഡിയനാണ്? തീറ്റ ഈസ് ഇൻ റേഡിയൻ മെഷർ ആയിരിക്കും. ഓക്കെ.